കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. We can glorify the holy mighty name of God today. നമ്മുടെ മുമ്പിൽ അധികം സമയമില്ല, വളരെ ചുരുക്കമായി ഒരു ചിന്താപട്ടം നമുക്ക് കടന്നു ചെല്ലാം. Today we don't have much time in front of us, but we can meditate a small portion today. ഇന്ന് പകൽക്കാലത്തെ ചിന്തയ്ക്കായി മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 9 മുതൽ 15 വരെയുള്ള വാക്യം. We can turn our attention to chapter 6 of Matthew, words 9 to 15. നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പീൻ: സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്കൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിച്ചാൽ സ്വർഗ്ഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും. നിങ്ങൾ മനുഷ്യരോട് പിഴകളെ ക്ഷമിക്കാഞ്ഞാലോ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കയില്ല. നമുക്കെല്ലാവർക്കും കാണാതെ അറിയാവുന്ന ഒരു വേദഭാഗമാണ് ഇത്. It's a familiar words for all of us. കാരണം ലോകമൊക്കെയും ക്രിസ്ത്യാനികളായിട്ടുള്ളവർ എപ്പോഴും എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. It is one of the prayer which all the Christians pray usually. എന്നാൽ ഇവിടെ 9-ാമത്തെ വാക്യത്തിൻ്റെ ആരംഭം തന്നെ പറയുന്നതാണ്, നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിക്കുവിൻ. The verse 9 it says that we have to pray in this way. എന്ന് പറഞ്ഞാൽ ഇത് തന്നെ പ്രാർത്ഥിക്കുക എന്നുള്ളൊരു അർത്ഥത്തിലല്ല കർത്താവോട് പറഞ്ഞിരിക്കുന്നത്. It doesn't mean that we have to pray in this particular way. ഈ രീതിയിലായിരിക്കണം നമ്മളുടെ പ്രാർത്ഥനകൾ. It should be in this way we have to pray. അപ്പോൾ നമ്മൾക്ക് പഠിക്കണം എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ട രീതി. So we should know how we should pray. കർത്താവ് എങ്ങനെയാണ് തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത്? How did Jesus taught his disciples to pray? നമുക്കറിയാം, ഈ ശിഷ്യന്മാർ തൻ്റെ കൂടെ നടന്നതിന് ശേഷം, ഈ മത്തായി സുവിശേഷത്തിൽ പറഞ്ഞിട്ടില്ലെങ്കിലും ലൂക്കോസ് സുവിശേഷത്തിൽ പറയുന്നു, ഹല്ലേലൂയ, ഈ ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു, ഗുരു ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. One day disciples asked Jesus, teacher, you should help us to pray. അപ്പോൾ അവർക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്, കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ അല്ല ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. So they knew that they are praying not the way how God wants. ഞങ്ങൾ യഹൂദന്മാരാണ്, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണ്. They are Jews, they used to pray. അവർക്ക് പ്രാർത്ഥനയുടെ ക്രമമുണ്ട്, ടൈമുണ്ട്, എല്ലാവരും ഫോളോ ചെയ്യുന്നവരാണ്. They have a routine to pray and they follow the rules. എന്നാൽ യേശുവിന്റെ കൂടെ ചില ദിവസങ്ങൾ നടന്നപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി, ഇതല്ല ശരിയായിട്ടുള്ള പ്രാർത്ഥന. But when they spent time with Jesus, they knew that the prayer they do is wrong. അതുകൊണ്ട് തന്നെ അവർ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. So they asked Jesus to teach them to how to pray. Praise God. Amen. അതിൻ്റെ അകത്തൊക്കെ ഒത്തിരി കാര്യങ്ങൾ പറയാൻ പോയെങ്കിൽ നമ്മൾ ഇന്നത്തെ സമയം അങ്ങനെ പോകും. കാരണം കർത്താവ് യേശു ക്രിസ്തു രാത്രി കാലം മുഴുവൻ തനിച്ച് വേർവിട്ടുപോയി പ്രാർത്ഥിച്ചതായിട്ട് ബൈബിളിൽ പറയുന്നു. The Bible says that Jesus used to spend time alone with his Father. അപ്പോൾ പകൽ മുഴുവൻ ശുശ്രൂഷയിലായിരിക്കുന്ന യേശു രാത്രിയിൽ കിടന്ന് ഉറങ്ങുകയല്ല, പിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ പോയിരുന്ന് വീണ്ടും പ്രാർത്ഥിക്കുന്നതായിട്ട് കാണുവാൻ. The whole day he spent his time for the ministry, and the rest of the time in the night he spent time with his Father by praying. Hallelujah. Amen. അപ്പോൾ ആ പ്രാർത്ഥനയിൽ കർത്താവ് ഏറ്റെടുത്ത നിയോഗങ്ങളാണ് പിറ്റേ ദിവസത്തെ ശുശ്രൂഷകളായിട്ട് വെളിപ്പെടുന്നത്. So whatever he got from his Father the previous night, that he is reflecting on the day when he do the ministry. അതുകൊണ്ടാണ് യേശു പറഞ്ഞു, ഞാൻ പിതാവിനോട് കേട്ടത് മാത്രമേ നിങ്ങൾ അറിയിക്കുന്നുള്ളൂ. That's why Jesus said, whatever I heard from my Father, that is the thing. ഞാൻ പിതാവിൽ നിന്ന് പ്രാപിച്ചത് മാത്രമേ നിങ്ങൾക്ക് പകർന്നു തരുവാൻ കഴിയുകയുള്ളൂ. Whatever I got from my Father, that I'm giving to you. Hallelujah. Amen. കർത്താവ് യേശുക്രിസ്തുവിന്റെ മാതൃക അതായിരുന്നു. That is the model Jesus followed. നമുക്ക് ആ ഭാഗത്തിലേക്കല്ല ഞാൻ പോകണം. നമുക്ക് ഈ ഒരു കർത്തൃപ്രാർത്ഥന അല്ലെങ്കിൽ ലോർഡ്സ് പ്രയർ എന്നറിയപ്പെടുന്ന ഈ ഒരു പോർഷന്റെ അകത്ത് തന്നെ ചില കാര്യങ്ങൾ സംസാരിക്കുവാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. Today we can turn our attention about the Lord's Prayer. ഇതിന്റെ അകത്ത് പ്രധാനപ്പെട്ട
9 കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. There are 9 things included in this Lord's prayers. ഒന്നാമതായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ആരോടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. First of all, we have to recognize to whom we are praying. നമ്മൾ ആരാധന മതം ഞാൻ കൂടെ പറഞ്ഞ കാര്യമുണ്ട്. നമ്മൾ ആരാധിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഞാൻ ആരാധിക്കുന്ന ദൈവം ആരാണ് എന്നുള്ള ബോധ്യമാണ്. The main reason why we are worshipping, we know that who is our God. Praise God. Amen. അത് മനസ്സിലായി കഴിയുമ്പോൾ രണ്ടാമത് ആ നാമത്തിന്റെ മഹത്വം, ആ നാമത്തെ മഹത്വപ്പെടുത്തുക എന്നുള്ളതാണ് രണ്ടാമത് ചെയ്യേണ്ടത്. When we know the glory of our God, then second thing is that we are glorifying Him. ഒന്നാമത് തിരിച്ചറിയണം ഞാൻ പ്രാർത്ഥിക്കുന്നത് ആരോടാണ്. First of all, we need to recognize to whom we are praying. രണ്ടാമത് അവന്റെ നാമത്തെ മഹത്വപ്പെടുത്തണം. Then we have to glorify His name. 3ഉം 4ഉം കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിന്റെ ഡിസയർ ആയിരിക്കണം, ആഗ്രഹമായിരിക്കണം. The third and fourth points included in this Lord's Prayer is that our desires of our heart. എന്താണ്? നിന്റെ രാജ്യം വരണമേ. His kingdom has to come into this earth. അങ്ങയുടെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഈ ഭൂമിയിലുമാകണമേ. His will has to be done in this earth. അപ്പോൾ 3ഉം 4ഉം കാര്യങ്ങൾ നമ്മളെ ഡിസയർ ആണ് വെളിപ്പെടുത്തേണ്ടത്. The third and fourth points is that we have to reveal our desires. അഞ്ചാമത് നമ്മളുടെ ആവശ്യങ്ങൾ പറയുക, ഡെയിലി ബ്രെഡ്. The fifth points include is our daily bread, which means that's our daily needs. നാലാമത് പറയുന്നു ഒരു കൺഫഷൻ. കർത്താവേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുവാൻ തയ്യാറാണ്. The next point is that confession, how we forgive others. ആ തയ്യാറാണ് എന്നുള്ള കൺഫഷനാണ് അടുത്ത ഭാഗത്തിലേക്ക് നമ്മളെ കടത്തുന്നത്. That confession leads to the next point. എന്താണ് അടുത്ത ഭാഗ്യം? ഒരു റിക്വസ്റ്റ് ആണ്, കർത്താവേ ഞങ്ങളുടെ പാപങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണം. That's a request that we are praying that to forgive our sins. ആ റിക്വസ്റ്റ് കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നതിന് മുൻപ് നമ്മളുടെ ഒരു കൺഫഷൻ അവിടെ ആവശ്യമുണ്ട്. കർത്താവേ, we are ready to forgive. When we submit our request, we have to submit our sins. ഞങ്ങൾ കർത്താവേ മറ്റുള്ളവരോട് ഞങ്ങൾ ക്ഷമിക്കുവാൻ തയ്യാറാണ്. We have to agree to God that we are ready to forgive others' sins. അതാണ് ദൈവത്തിന്റെ ഒരു സിസ്റ്റം. നമുക്കറിയാം 100 താലന്ത് കടംപെട്ടവന്റെയും 10,000 താലന്ത് കടംപെട്ടവന്റെയും ഉപമ കർത്താവ് പറഞ്ഞു. We know the people who got 100 talents. ആ 100 താലന്ത് കടംപെട്ട ഒരുവനോട് അവന്റെ യജമാനൻ ഇളച്ചു കൊടുത്തു. 10,000 താലന്ത് കടംപെട്ട ഒരുവനോട്. The person who got 10,000 talents, God forgave his debts. എന്നാൽ ഈ എന്താ പറഞ്ഞ കടമിളച്ചു കിട്ടിയവൻ തനിക്ക് 100 താലന്ത് കടംപെട്ട ഒരുവനെ വഴിയിൽ വെച്ച് കണ്ടപ്പോൾ അവന്റെ കൊങ്ങായ്ക്ക് പിടിഞ്ഞക്കി, അല്ലെങ്കിൽ അവനെ ദേഹോപദ്രവം ഏൽപ്പിച്ചു, അവനെ അബ്യൂസ് ചെയ്തു എന്ന് നമ്മൾ കാണും. But we can see that the person who got forgiveness from God is he attacked the other person who got just 100 talents. അപ്പൊ ഇവിടെ കർത്താവ് പറഞ്ഞാലു, നിങ്ങളുടെ കടക്കാരോട് നിങ്ങൾ ക്ഷമിക്കുവാൻ തയ്യാറാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ കർത്താവിനോട് നിങ്ങളുടെ കടങ്ങളെ ക്ഷമിക്കുവാൻ റിക്വസ്റ്റ് ചെയ്യാൻ കഴിയൂ. So here it says that if you are ready to forgive others' debts, then only our heavenly Father will forgive our debts. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത്, നീ യാഗം കഴിക്കുമ്പോൾ നിനക്ക് നിന്റെ സഹോദരൻ നിന്നോട് എന്തെങ്കിലും ഉണ്ടെന്ന് നിനക്ക് ഓർമ്മ വന്നാൽ യാഗവസ്തു അവിടെ വെച്ചിട്ട് പോയി ഫസ്റ്റ് അവനുമായിട്ട് നിരന്നുകൊള്ളുക. That's why God said that when you do the sacrifice, if you think that someone has any problem with you, then you have to go and confess with that person and then come and do the sacrifice for me. Praise the Lord. Amen. അപ്പോൾ ഇവിടെ ആറാമത്തെ കാര്യം ഫസ്റ്റ് നമ്മൾ ചെയ്യണം, കൺഫസ് ചെയ്യണം. The sixth point is that we have to do the confession. ഏഴാമത് നമ്മൾ കർത്താവിനോട് റിക്വസ്റ്റ്, കർത്താവേ എൻ്റെ പാപങ്ങളെ എന്നോട് The ക്ഷമിക്കണം. seventh one is that we have to request God that to forgive our sins. എട്ടാമത് പറയുന്നത് പ്രൊട്ടക്ഷൻ ആണ്. നമ്മുടെ സാറ്റാനിക് ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ പിശാചിന്റെ പരീക്ഷകളിൽ അകപ്പെടാതെ എന്നെ സൂക്ഷിക്കണമേ എന്നുള്ള പ്രാർത്ഥന, പ്രൊട്ടക്ഷന് വേണ്ടിയുള്ള പ്രാർത്ഥന. The eighth point is for the protection for us from the devil. Praise God. Amen. നമ്മൾ കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയിൽ ഈ ഭൗതികമായിട്ടുള്ള പ്രൊട്ടക്ഷനേക്കാൾ അധികം കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത്
പൈശാചിക ഇൻഫ്ലുവൻസുകൾ എന്നുള്ള പ്രൊട്ടക്ഷനാണ്. Jesus focused more on the protection which is from the devil. നമ്മളാണെങ്കിൽ പ്രാർത്ഥിക്കുന്ന കർത്താവേ പോകുമ്പോൾ അപകടങ്ങളൊന്നും ഉണ്ടാക്കരുത്, മഹാമാരിയൊന്നും വരുത്തരുത്, ക്ഷാമങ്ങളൊന്നും വരുത്തരുത്, അല്ലെങ്കിൽ ലോകപ്രകാരമുള്ള പ്രൊട്ടക്ഷന് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതെങ്കിൽ കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത് പിശാച് കൊണ്ടുവരുന്ന അവന്റെ ഇൻഫ്ലുവൻസുകളിൽ നിന്ന് കർത്താവേ എന്നെ പ്രൊട്ടക്ട് ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കും. As a human being, we always pray to get the protection from the worldly disasters, but God wants us to have the protection from devil in ലോകത്തിലുള്ള എല്ലാ പ്രശ്നങ്ങൾ നമ്മളെ പ്രൊട്ടക്ട് ചെയ്താൽ അതെല്ലാം നൈമിഷികമാണ്. നമ്മൾ ഹല്ലേലൂയ നമ്മൾ മരിക്കുന്നതിനും വരെയുള്ള പ്രൊട്ടക്ഷനേ ഉള്ളത്. Although we get some protection from the worldly dangers, that's not permanent. എന്നാൽ നമ്മൾ പൈശാചികന്റെ ഇൻഫ്ലുവൻസിൽപ്പെട്ട് നമ്മൾ ഹല്ലേലൂയ തകർന്നു പോയി കഴിഞ്ഞാൽ ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ള ലോകത്തിലും എന്നേക്കുമായി നമ്മൾ നഷ്ടപ്പെട്ടു പോവുകയാണ്. But if we haven't got the protection from the devil, and if we destroy our life by devil, then we don't have the eternal life. ഹല്ലേലൂയ. അതുകൊണ്ടാണ് കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞത് എന്താണ്? പ്രൊട്ടക്ഷൻ ഫ്രം സാത്താനിക്, അല്ലെങ്കിൽ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങൾ ഞങ്ങളെ വിടുവിക്കണമേ. That's why Jesus taught us that we should pray that do not lead us into the temptation but deliver us from the devil. കർത്താവിന്റെ കൃപയുണ്ടെങ്കിലേ കഴിയൂ അത്. It's only through his grace we can overcome the situation. കാരണം ഈ ലോകത്തിൽ ദൈവത്തിന്റെ വചനം പറയുന്നു ആരെ വിഴുങ്ങേണ്ടു എന്ന് വിചാരിച്ച് പിശാച് ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. The word of God is saying the devil is wondering that to whom he can put in trouble. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരെയും നോട്ടമിട്ടിരിക്കുന്ന പൈശാചികന്റെ ഇൻഫ്ലുവൻസുകൾ ഉണ്ട് എന്ന് മറന്നു പോകരുത്. So we should not forget that devil is always point out to you and me. Praise God. Amen. ഹല്ലേലൂയ. അപ്പോൾ ഹല്ലേലൂയ ഒരു റിക്വസ്റ്റ് എന്താണ്? പ്രൊട്ടക്ഷന് വേണ്ടിയുള്ള പ്രാർത്ഥന. ഒമ്പതാമത് എന്താണ്? ഗ്ലോറിഫൈ ഹിസ് നെയിം അഗൈൻ. രണ്ടാമത് നമ്മൾ ഹല്ലേലൂയ ആ കർത്താവിന്റെ നാമത്തെ മഹത്വപ്പെടുത്തിയാണ്. പിന്നെയും പറയുന്നു, അത് ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ്, കർത്താവേ നിന്റെ രാജ്യം. The last point he says that we have to glorify his name, and then we are telling God that his kingdom has to come on this earth. പിന്നെ എടുത്തു പറയുന്നത് എന്താണ്? രാജ്യവും ശക്തിയും മഹത്വവും. Kingdom, power and glory belongs to you. Then lastly it says that yours is the kingdom and the power and the glory forever. ഇത് പറയുമ്പോൾ ആ പ്രാർത്ഥിക്കുന്ന ആള് വിളിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്, കർത്താവേ ശക്തി അങ്ങയുടേതാണ്. So the person who is praying is telling that the power is belongs to രാജ്യം God. അങ്ങയുടേതാണ്, The kingdom belongs to God. മഹത്വം അങ്ങയുടേതാണ്. Glory also belongs to God. ഇതൊന്നും ഞാൻ എടുക്കുവാനിടയാകരുതേ. Nothing should be taken by myself. Praise God. Amen. ഇങ്ങനെ 9 കാര്യങ്ങൾ നമുക്ക് ഹല്ലേലൂയ എല്ലാം കൂടെ ഒന്ന് പഠിക്കുവാനുള്ള സമയമില്ല. നമുക്ക് ഒന്നാമത്തെ ഭാഗത്തിലേക്ക് ഒന്ന് വരാം. So we can turn our attention to the first point. ഒന്നാമത്തെ ഭാഗം എന്താണ്? സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. Firstly it states that our heavenly Father. അതിൻ്റെ അകത്ത് 2 കാര്യങ്ങളുണ്ട്. ഒന്നാമത് നമ്മൾ കഴിഞ്ഞ ദിവസം പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ കർത്താവ് പ്രാർത്ഥിക്കാൻ പറഞ്ഞത് ഞാൻ അല്ലെങ്കിൽ വ്യക്തിപരമായ പ്രാർത്ഥനകളായിരുന്നു. The last week we discussed about the individual prayers. നീയോ പ്രാർത്ഥിക്കുമ്പോൾ എന്നാണ് നമ്മൾ 6ാമത്തെ വാക്യത്തിൽ വായിച്ചത്. We read in the verse 6 that when you pray. എന്നാൽ ഇവിടെ പറയുന്നത് സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. But here it says that our Father who is in heaven. അതുകൊണ്ട് തന്നെ ഈ പ്രാർത്ഥനയിൽ കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു യൂണിറ്റി, ഒരു ഐക്യതയുടെ മണ്ഡലമുണ്ട്. So there we can see a unity in this prayer. ശിഷ്യന്മാരോട് കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ കർത്താവിന് അവരെ വ്യക്തമായിട്ട് അറിയാം, ഇവരുടെ ഉള്ളിൽ ഭിന്നതയുണ്ട്. When Jesus taught them about the prayer, Jesus knew that they didn't have a good unity among them. അവരുടെ ഇടയിൽ തന്നെ ഒരു ചർച്ച നടക്കുന്നുണ്ട്, ആരാണ് വലിയവൻ. They used to discuss each other who is the biggest in them. ഹല്ലേലൂയ. ഈ കർത്താവിന്റെ പിന്നാലെ നടക്കുമ്പോഴും തങ്ങളുടെ വ്യക്തിപരമായ താല്പര്യങ്ങളൊന്നും വിടാതെയാണ് ഇവർ കർത്താവിനെ അനുഗമിച്ചത്. Although they were following Jesus, they all have their own choices. അപ്പോൾ കർത്താവ് ആദ്യം പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് മുൻപ് നിങ്ങളുടെ ഇടയിലുള്ള എല്ലാ ഭിന്നതകളും മാറ്റിയിട്ട് വേണം പ്രാർത്ഥിക്കുവാൻ. So Jesus pointed out that before you pray, you have to have a unity.
ഹല്ലേലൂയ. ഞാൻ എൻ്റെ പിതാവേ എന്ന് വിളിക്കുമ്പോൾ ഞാൻ വില കൊടുക്കാത്ത അല്ലെങ്കിൽ ഞാൻ കുറഞ്ഞവനാണ് എന്ന് കണക്കാക്കുന്ന എൻ്റെ സഹോദരനോടുള്ള ബന്ധത്തിലും ഞാൻ പ്രാർത്ഥിക്കുന്ന ദൈവം പിതാവാണെന്നുള്ള ബോധ്യത്തോടെ പ്രാർത്ഥിക്കണം. When you pray, you have to realize that you are praying to your Father. ഹല്ലേലൂയ. എനിക്ക് ആ പിതാവിന്റെ സന്നിധിയിൽ ആക്സസ് ഉള്ളതുപോലെ തന്നെ എൻ്റെ കൂട്ടു സഹോദരനും ആ പിതാവാൻ ദൈവത്തിന്റെ സന്നിധിയിൽ ആക്സസ് ഉണ്ടെന്ന് മനസ്സിലാക്കി പ്രാർത്ഥിക്കണം. You have to realize that you and your brother also has the access to your Father. അല്ലാതെ ഞാൻ മാത്രം വലിയ ആളും ബാക്കിയുള്ള എല്ലാവരും കുറഞ്ഞവരുമാണെന്നുള്ള കൺസെപ്റ്റിൽ പ്രാർത്ഥിക്കാനിരിക്കരുത്. You have to take it off the attitude that the other one is bigger than me. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ഒന്നാമത് ഉണ്ടാകേണ്ടത് പിതാവ് ഞങ്ങളുടെ പിതാവ് എന്ന് വിളിക്കുവാൻ കഴിയണം. So we all have to call our Heavenly Father. Praise God. Amen. അപ്പൊ അവിടെ എന്താണ് ഉണ്ടാകുന്നത്? അവിടെ തുല്യത വെളിപ്പെടുവാനിടയായി. There we can see an equality. Praise God. Amen. ഞാൻ പറഞ്ഞു ഒരപ്പന്റെ മക്കളായി കഴിയുമ്പോൾ അവകാശങ്ങൾ തുല്യമാണ്. When we become the children of one Father, we all have the equal rights. ഒരപ്പന്റെ മക്കളായി കഴിയുമ്പോൾ അധികാരങ്ങൾ തുല്യമാണ്. We all have the same power when we become the children of one Father. ഒരപ്പന്റെ മക്കളായി കഴിയുമ്പോൾ എനിക്ക് എൻ്റെ അപ്പന്റെ അടുത്തേക്ക് കടന്നു ചെല്ലുവാൻ വേറൊരാളുടെ ത്രൂ വേണ്ട. When we are the children of one Father, we all can go to Him. We don't need the permission from someone to get the access to Him. അപ്പോൾ ഈ കർത്തൃപ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന എന്നെ കേൾക്കുന്ന എല്ലാവരോടും ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് കർത്താവിന്റെ അടുത്തേക്ക് കടന്നു ചെല്ലുവാൻ ഒരു മീഡിയേറ്ററിന്റെ ആവശ്യമില്ല. So it means from this Lord's prayer we can see that we don't need a mediator when you go to God. Praise God. Amen. നിങ്ങൾ മീഡിയേറ്റർ ആയിട്ട് വെച്ചിരിക്കുന്ന അവരുടെയും നിങ്ങളുടെയും പിതാവാണ് സ്വർഗ്ഗത്തിലെ. If you have a mediator between you and Father, your God, then you have to realize that our Heavenly Father is the Father for the mediator and for you too. Praise the Lord. Amen. അപ്പോൾ ഒന്നാമത് പറയുന്നു ഞങ്ങളുടെ പിതാവ്. First of all, it says that our Heavenly Father. ഇതുവരെയും യഹൂദന്മാരെല്ലാം ദൈവമേ എന്ന് വിളിച്ചു മാത്രമാണ് പ്രാർത്ഥിക്കുന്നത്. Until then, Jews used to pray that just Lord. അല്ലെങ്കിൽ യഹോവേ എന്ന് വിളിക്കുന്നുണ്ടായിരിക്കാം. They might call Jehovah. എന്നാൽ ഇവിടെ ഒരു പുതിയ പ്രാർത്ഥനാ രീതി കർത്താവ് പഠിപ്പിക്കുന്നു. നിങ്ങൾ അങ്ങനെ അല്ല വിളിക്കേണ്ടത്, എൻ്റെ പിതാവേ എന്ന് വിളിച്ചു പ്രാർത്ഥിക്കണം. But here Jesus is teaching that our Heavenly Father. ഇതുവരെയും നിങ്ങൾ പ്രാർത്ഥിച്ചത് ഒരു റിലേഷൻഷിപ്പും ഇല്ലാതെ സ്വർഗത്തിലിരിക്കുന്ന ഏതോ ഒരു ദൈവത്തോട് ഭൂമിയിൽ നിന്ന് യാചിക്കുന്ന യാചകനെ പോലെ പ്രാർത്ഥിച്ചെങ്കിൽ നിങ്ങൾ ഇന്ന് മുതൽ നിങ്ങളുടെ അപ്പനോട് ആവശ്യങ്ങൾ പറയുന്നത് പോലെ പ്രാർത്ഥിക്കാൻ തുടങ്ങണം. Until now, if you were praying to a God like a stranger, but from now onwards you have to pray to your God as your Father. ഹല്ലേലൂയ, ഹല്ലേലൂയ. Amen. നമുക്ക് വായിക്കാം റോമാലേഖനം അതിന്റെ 8-ാമത്തെ അധ്യായത്തിന്റെ 14-15 വാക്യങ്ങൾ. Romans chapter 8 verse 14 and 15. ദൈവാത്മാവ് നടത്തുന്ന ഏവനും ദൈവത്തിന്റെ മക്കളാകുന്നു. പിന്നെ എടുത്തു പറയുകയാണ്, നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്വത്തിന്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്രേ അവൻ നമ്മുടെ ഉള്ളിൽ പകർന്നിരിക്കുന്നു. For as many as are led by the Spirit of God, these are the sons of God. For you received not the spirit of bondage again unto fear, but you received the spirit of adoption, whereby we cry, Abba, Father. അപ്പോൾ ഇവിടെ കർത്താവ് പറഞ്ഞത്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, മക്കൾക്കാണ് ഈ അപ്പനോട് പ്രാർത്ഥിക്കുവാനുള്ള റൈറ്റ്. So here God is saying that when you pray, you have to realize that all the rights are belongs to the children. നമുക്കറിയാം, നമ്മളിപ്പോ ഇപ്പൊ ഇവിടെ യേശു പറഞ്ഞു നിങ്ങൾ അബ്ബാ പിതാവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. നമ്മളിപ്പോൾ നാട്ടില് എൻ്റെ അപ്പനല്ലാത്ത അയലോക്കത്തെ ഇച്ചിരി പണമുള്ള കഴിവുള്ള ഒരാളോട് ചോദിച്ചാൽ എൻ്റെ അപ്പ എന്ന് വിളിക്കാൻ പറ്റുമോ? Can we call someone who is rich and then can we call him that a father? No. കാരണം എന്താണ്? എൻ്റെ ബന്ധമാണ് ഞാൻ ആ വ്യക്തിയെ അപ്പാ എന്ന് വിളിക്കുവാൻ തക്കോണം കഴിയും. It's only through the relationship we can call the person Abba, Father. അപ്പൊ കർത്താവ് പറഞ്ഞതിന്റെ ഒന്നാമത്തെ കാരണം, നിങ്ങൾ പ്രാർത്ഥിക്കണമെങ്കിൽ നിങ്ങൾ മക്കളായിരിക്കണം.
So here God is saying that if you want to pray, then you have to be the children of God. മക്കൾക്ക് മാത്രമാണ്. അതാണ് യേശു കനാന്യസ്ത്രീയോട് പറഞ്ഞത്, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുക. That's why Jesus said that no one will give the bread to the dogs. ഈ കർത്താവിന്റെ സന്നിധിയിൽ ഉള്ളതെല്ലാം തന്റെ മക്കൾക്കു വേണ്ടി അവൻ ഒരുക്കിയിരിക്കുന്നതാണ്. Whatever God has, that everything is he prepared for his children. നമ്മുടെ അപ്പന് ഒത്തിരി, അല്ലെങ്കിൽ എന്റെ അപ്പന് ഒത്തിരി സ്വത്തും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അത് നാട്ടുകാർക്ക് എല്ലാവർക്കും വേണ്ടിയുള്ളതല്ല, അത് മകനായി എനിക്ക് വേണ്ടിയുള്ളതാണ്. If our father has so many properties and money, that belongs to his children. അവരെത്ര അപ്പാ അപ്പാ എന്ന് വിളിച്ച് പുറകെ നടന്നാലും സ്വത്ത് വീതം വെക്കുമ്പം അപ്പാ അപ്പാ എന്ന് വിളിച്ചതുപോലെ അവർക്ക് കൊടുക്കത്തില്ല. അത് ലീഗലി എന്റെ അവകാശമാണ്. Although some other people call him Abba, Father, but it won't give it to him. അതുകൊണ്ടാണ് ഹല്ലേലൂയ നമ്മൾ അപ്പാ അപ്പാ എന്ന് വിളിക്കുന്നതല്ല കാര്യം, ഞാൻ അവന്റെ മകനായി മകളായി തീരുക എന്നുള്ളതാണ് കാര്യം. So we all have to be the children of God when we pray. ഹല്ലേലൂയ. ഞാൻ അപ്പനുമായിട്ട് ബന്ധമില്ലാതെ അപ്പാ അപ്പാ എന്ന് വിളിച്ചത് കൊണ്ട് അപ്പൻ മക്കൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു അവകാശത്തിനും ഞാൻ യോഗ്യനായി തീരുകയില്ല. If you don't come to the relationship with the children and father, then although you pray, it won't be useful. അപ്പൊ കർത്താവ് പറഞ്ഞ ഒന്നാമത്തെ കാര്യം അവരോടുള്ള ദൂതാണ്, നിങ്ങൾ മക്കളായിട്ട് വേണം പ്രാർത്ഥിക്കാൻ. So Jesus is saying to them that first you have to be the children of God before you pray. കാരണം പിതാവ് ഒരുക്കിയിരിക്കുന്ന സകലതും തന്റെ മക്കൾക്കുള്ളതാണ്. Because the father, he who has prepared everything for his children. നമുക്കത് മനസ്സിലാക്കാനായിട്ട് വലിയ തിയോളജി ഒന്നും പഠിക്കണ്ട. We don't need to learn so much theology to understand that fact. നമ്മളത് നമ്മളുടെ ജീവിത സാഹചര്യം മാത്രം പഠിച്ചാൽ മനസ്സിലാകും. We can understand that when we realize our life situation. ഇവിടെ ഇരിക്കുന്ന സജു ബ്രദറിന്റെ ആ അച്ഛൻ എന്തെങ്കിലും നാട്ടിൽ സ്വത്തോ വീടോ സൗകര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിപ്പോ ഹല്ലേലൂയ ചിലരുണ്ട് തൊട്ടടുത്ത് കിടക്കുന്നതിനെ അച്ഛ അച്ഛ എന്ന് വിളിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ വിളിക്കുന്ന കേട്ട് നമ്മുടെ ഫ്രണ്ട്സ് പലരും അങ്ങനെ വിളിക്കാറുണ്ട് അല്ലേ. നമ്മളിപ്പോൾ ഞാൻ എൻ്റെ പപ്പായ പപ്പായ എന്നാണ് വിളിക്കുന്ന കൂട്ടിക്കൂ, ഞാനുമായിട്ട് എന്നും വീട്ടിൽ വരുന്ന എൻ്റെ അടുത്ത ഫ്രണ്ട്സ് അവരും ഓട്ടോമാറ്റിക്കായിട്ട് പപ്പായെന്ന് വിളിക്കും. Some people used to call our father Appa, like our friends also call Appa, and like his own children. പക്ഷേ സജു ബ്രദറിന്റെ അപ്പൻ സ്വത്ത് വീതം വെക്കുമ്പോൾ ഈ അപ്പ അച്ഛ അച്ഛ എന്ന് വിളിച്ചെന്നും പറഞ്ഞ് അയലോക്കാരന് സ്വത്ത് കൊടുക്കുവോ? നെവർ. അതേ കാര്യം തന്നെയാണ് കർത്താവ് പറയുന്നത്. നമ്മളുടെ വാക്കുകൊണ്ടുള്ള വിളി അല്ല കർത്താവ് നോക്കുന്നത്, നമ്മളുടെ റിലേഷൻഷിപ്പാണ് കർത്താവ് നോക്കുന്നത്. So here God is focusing not our words but our relationship with God. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ എനിക്ക് കൊള്ളാം. That's why Jesus clearly mentioned that people who call Lord, Lord is not going to enter into the kingdom, but whoever do the will of God will enter into the kingdom. ആമേൻ. Amen. ആമേൻ. അപ്പോൾ ഒന്നാമത് എന്താണ് ചെയ്യേണ്ടത്? പ്രാർത്ഥിക്കുന്നതിന് മുൻപ് റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയിട്ട് വേണം പ്രാർത്ഥിക്കാൻ. So we have to have the relationship with God before you pray. അപ്പോൾ എങ്ങനെ മക്കളായി തീരാം? How can we become the children of God? അതാണ് മുമ്പ് നമ്മൾ വായിച്ചത്. ദൈവത്തിന്റെ ആത്മാവ് നടത്തുന്നവരെല്ലാവരും ദൈവമക്കളാണ്. People who are led by the Spirit of God are the sons of God. അപ്പോൾ ഞാനൊരു ദൈവ പൈതലായി മാറണമെങ്കിൽ വെള്ളത്തിൽ മുങ്ങിയാൽ മതിയോ? If you want to become a child of God, is the baptism is enough? No. No. രക്ഷിക്കപ്പെട്ടതുകൊണ്ട് മാത്രമായോ? Although you saved, it is not enough. No. ഹല്ലേലൂയ. നമ്മൾ എന്തായിരിക്കണം? ദൈവത്തിന്റെ ആത്മാവിന്റെ അനുസരിച്ച് നടക്കണമെങ്കിൽ ആത്മാ പറഞ്ഞ കേൾക്കണ്ടേ? If you want to lead our life by the Spirit of God, we have to obey the Spirit of God. നമ്മൾ പരിശുദ്ധാത്മാവിനെ അനുസരിക്കണമെങ്കിൽ first we have to listen. If you want to obey the Spirit of God, we have to listen the Spirit. നമ്മൾ കേട്ടെങ്കിലേ ലിസൺ ചെയ്യുകയുള്ളൂ. Only when we listen, then only we can obey. ആമേൻ. Amen. അപ്പോൾ നമുക്ക് ദൈവമക്കളായിട്ട് ജീവിക്കണമെങ്കിൽ ഒന്നാമത് വേണ്ടത് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ. First of all, we have to feel the presence of Holy Spirit. Then only we can become the sons of God. ലോകത്തിൽ ദൈവമക്കളെന്ന് അവകാശപ്പെടുന്ന അനേകർ ഉണ്ടായിരിക്കാം. There are so many people are saying they are Christians. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നു, നിങ്ങൾ ദൈവത്തിന്റെ ആത്മാവിനാൽ ലീഡ് ചെയ്യപ്പെടുന്നവരല്ലെങ്കിൽ നിങ്ങൾ ദൈവമക്കളെന്ന് ക്ലെയിം ചെയ്യാൻ കഴിയുകയില്ല. But the word of God is clearly states that if they are not led by the Spirit of God, they are not the sons of children. Praise God. Amen. അപ്പം
കർത്താവ് പറഞ്ഞ ഒന്നാമത്തെ കാര്യം, പ്രാർത്ഥിക്കുന്നതിന് മുൻപ് നിങ്ങൾ ആരോടാണ് പ്രാർത്ഥിക്കുന്നത്? അപ്പനോടാണ് പ്രാർത്ഥിക്കുന്നത്. So first of all, we need to know that we are praying to our Father. അപ്പനോടാണ് പ്രാർത്ഥിക്കുന്നത് എന്ന് കർത്താവ് പറഞ്ഞപ്പോൾ അതിന്റെ ഓപ്പോസിറ്റായിട്ട് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകുന്നത് മക്കൾക്ക് മാത്രമേ അപ്പനോട് പ്രാർത്ഥിക്കാൻ കഴിയൂ. So we know that only children can pray to his father. അപ്പൊ അതുകൊണ്ട് നമ്മൾ മക്കളായി, നമ്മൾ ജന്മനാ മക്കളല്ലാത്തതുകൊണ്ട് നമുക്ക് ആർക്കും പ്രാർത്ഥിക്കാൻ കഴിയത്തില്ലെന്നാണോ അതിനർത്ഥം? Does it mean that we can't pray to him because we are not his children by birth? അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, ഹല്ലേലൂയ, കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാൻ അവൻ അധികാരം. That's why the word of God is saying that whoever believes in Jesus Christ can have the right to become the children of God. അപ്പോൾ നമുക്ക് ദൈവമക്കളായി തീരുവാനുള്ള അവകാശം സ്വർഗ്ഗം ഒരുക്കി തന്നിട്ടുണ്ട്. So God, the heaven has given the opportunity for us to become the children of God. നമ്മളിതിന് യഹൂദനായി മാറണ്ട. We don't need to turn our life as a Jew. നീ ക്രിസ്ത്യനോ മുസ്ലിമോ ഹിന്ദുവോ ആരുമായിക്കൊള്ളട്ടെ, കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ ഇന്ന് പകൽക്കാലം നീ തയ്യാറാണെങ്കിൽ ഇന്ന് പകൽക്കാലം നിനക്ക് ദൈവ പൈതലായി മാറുവാൻ കഴിയും. Whether you are a Christian, Muslims or Hindu, if you are ready to obey the Jesus Christ, then you can become the children of God. Praise the Lord. Amen. Hallelujah. Amen. അപ്പം ദൈവം മക്കളെ നടത്താനാണ് ദൈവത്തിന്റെ ആത്മാവ്. The Spirit of God is, the role of Spirit of God is to lead them. ആമേൻ. ആമേൻ. Amen. Praise God. അപ്പോൾ ഈ ദൈവത്തിന്റെ ആത്മാവ് പ്രാപിക്കുന്നത് ദൈവമക്കളായി തീർന്നവർക്ക് വേണ്ടിയാണ്. The Spirit of God can be achieved only for the people who become the children of God. കാരണം ഞാൻ ദൈവത്തിന്റെ മകനായി കഴിയുമ്പോൾ ഞാൻ പഴയതുപോലെ നടന്നാൽ ശരിയാകത്തില്ല. Because when you turn your life as a child of God, then you should not lead the life how you were doing before. പക്ഷേ എനിക്ക് അറിഞ്ഞുകൂടാ എങ്ങനെ നടക്കണം. But you don't know how to lead the life according to the will of God. ഞാൻ പഴയതുപോലെ സംസാരിച്ചാൽ പറ്റില്ല, but I don't know how to speak. You cannot talk the way how you were talking before. പക്ഷേ എനിക്ക് അറിയത്തില്ല എങ്ങനെ സംസാരിക്കണമെന്ന്. But you don't know how to talk. അപ്പൊ എന്ത് ചെയ്യും? പരിശുദ്ധാത്മാവ് നമ്മളെ വഴി നടത്തുന്ന കാര്യസ്ഥനായി നമ്മുടെ കൂടെ. That is the time the Holy Spirit will come as a guide for you to lead your life the way of God. അതുകൊണ്ടാണ് ഇവിടെ അപ്പോസ്തലൻ പറയുന്നത്, നിങ്ങൾ ഭയപ്പെട്ടു മാറി നിൽക്കേണ്ടവരല്ല, നിങ്ങൾ പ്രാപിച്ച ആത്മാവ് അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാൻ നിങ്ങളെ പ്രാപ്തരാക്കുന്നതാണ്. So the word of God is saying that you don't need to be scared, but the Father you call Abba Father is ready to lead your life. അപ്പോൾ ഒന്നാമത്തെ കാര്യം, ഞാൻ ഇപ്പം നമ്മളോടുള്ള ബന്ധത്തിലാണെങ്കിൽ ഈ പറഞ്ഞ ഒന്നാമത്തെ വാക്കിന്റെ അർത്ഥം നിങ്ങളുടെ നീയും നിന്റെ അപ്പനുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ശരിയാക്കിയിട്ട് വേണം നീ പ്രാർത്ഥിക്കാനിരിക്കാൻ. So first you have to correct the relationship with your father and you before you pray. ചുമ്മാ വന്ന് എന്തെങ്കിലും ജൽപ്പനം ചെയ്തിട്ട് പോകുന്നതല്ല പ്രാർത്ഥന. You cannot utter the repetition in your prayers. ചുമ്മാ വന്ന് മറ്റുള്ള മനുഷ്യരെ കാണിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നതല്ല പ്രാർത്ഥന. Prayer is not for you to pray in front of other people to get the praise. നീ പ്രാർത്ഥിക്കുന്നത് നീയും നിന്റെ പിതാവുമായിട്ടുള്ള സംസാരം. Prayer means the communication between you and the Father. അപ്പോൾ ഒന്നാമത് കർത്താവ് പറയുന്നു നീ മകനായി മകളായി തീരണം. So today God is saying that first you have to be the child of God. ഹല്ലേലൂയ. എന്നിട്ട് നീ നിന്റെ പിതാവിന്റെ മഹത്വത്തെ തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കുവാൻ. Then you recognize the glory of your father. ഈ ഒരു പിതാവിനെ നിങ്ങൾ മക്കളായി തീർന്നവരാണെങ്കിൽ എവിടെയെങ്കിലും വീണുപോയിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യപ്പെട്ടിട്ട് വേണം പ്രാർത്ഥിക്കാനിരിക്കാൻ. If you became a child of God already, but still if you are not following the way how God told you to pray, you have to correct yourself. Praise the Lord. Amen. Praise the Lord. കാരണം റിലേഷൻഷിപ്പ് ആണ് പ്രാർത്ഥനകളുടെ മറുപടിയുടെ മാനദണ്ഡം. So the relationship is the stability for the reply or deliverance of the prayer. ശരിയാണെങ്കിൽ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഈ പറഞ്ഞ ഗ്രാമർ ഒന്നുമില്ലെങ്കിലും ദൈവത്തിന് പ്രശ്നമില്ല. If you have a good relationship with your father, then it doesn't matter about the structure of your prayers. എന്നാൽ റിലേഷൻഷിപ്പ് ശരിയല്ലെങ്കിൽ നീ എത്ര ഗ്രാമാറ്റിക് ആയിട്ട് പ്രാർത്ഥിച്ചാലും
ദൈവത്തിന് അത് വേണ്ടതാണ്. But if you don't have a good relationship with your God, although you pray a lot, God doesn't want that prayers. അപ്പോൾ നമ്മൾ കരയുന്നുണ്ടോ എന്നുള്ളതല്ല പ്രശ്നം, റിലേഷൻഷിപ്പ് ശരിയാണെന്നുള്ള പ്രശ്നം. So you have to focus the relationship with God. അപ്പോൾ നമ്മൾ നമ്മുടെ ആവശ്യം പറയാൻ കരയണ്ട, ബന്ധം കറക്റ്റ് ചെയ്യാൻ കരഞ്ഞാൽ മതി. So we don't need to cry for our needs, but we have to cry for us to correct ourselves. കർത്താവ് പറഞ്ഞു നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ എന്നെ അറിയിച്ചാൽ മതി. So God, Jesus said that when you have a needs, just praise and then say your matter to me. അതിനുവേണ്ടി ഉപവസിക്കാൻ പറഞ്ഞില്ല. So you don't need to fast for your needs. ഉപവസിക്കേണ്ടത് ഈ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ്. The fasting should be for you to maintain the relationship with God. ആമേൻ. Amen. സമയം ഒത്തിരി മുന്നോട്ട് പോയി. ഇത് നമുക്ക് ദൈവം വെച്ചാൽ വീണ്ടും ചിന്തിക്കാം. ഞാൻ ഇന്നിവിടെ നിർത്തുക. Shall we close the meditation here today? അപ്പോൾ നമ്മൾ ഒരു കാര്യത്തിൻ്റെ മുഴുവൻ പോലും സംസാരിച്ചില്ല, but we will continue next week. As we don't have much time, so we can close here and then we will continue the same portion next week. അപ്പോൾ ഞാൻ പറഞ്ഞ നമ്മളിപ്പോൾ പഠിച്ച ഒരേ ഒരു കാര്യം, നമ്മൾ ഉറപ്പാക്കണം ഞാൻ അപ്പൻ്റെ മകനാണ്. So today we learned that we have to recognize that we are the children of our Heavenly Father. ഞാൻ അപ്പൻ്റെ മകനാണെന്ന് എനിക്ക് ബോധ്യമുണ്ടെങ്കിൽ ഞാൻ ആ പൊസിഷനെ സൂക്ഷിക്കുക. So if you are aware of that you are the sons of God, then you have to maintain that relationship. അതൊരു വലിയ സബ്ജക്റ്റ്. നമ്മൾ വരുന്ന ആഴ്ചയിൽ പഠിക്കാൻ നമുക്ക് കണ്ണുകൾ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. Shall we close our eyes and pray? ഇന്ന് പകൽക്കാലം നിങ്ങൾ ആരും ഇവിടുന്ന് വന്നതുപോലെ എഴുന്നേറ്റ് പോകരുത്. Today no one should go back to your home how you came. നിങ്ങളുടെ ഹൃദയത്തിലൊരു ബോധ്യമുണ്ടായിരിക്കട്ടെ, നിങ്ങൾ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മകനാണ്, മകളാണ്. You all have to aware that you are the children of our Heavenly Father. അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാനുള്ള പുത്രത്വത്തിൻ്റെ പദവി സ്വർഗം നിങ്ങളുടെ ഹല്ലേലൂയ കുറവ് നോക്കാതെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. The heaven has given the privilege for us to call him Abba Father. You have to maintain that. We have to maintain that position. ആ പൊസിഷനിൽ നിന്നുകൊണ്ട് വേണം പ്രാർത്ഥിക്കുക. We have to pray in that position. എവിടെയെങ്കിലും ബന്ധം മുറിഞ്ഞു പോയെങ്കിൽ ഇന്ന് ഈ പകൽക്കാലം കറക്റ്റ് ചെയ്യപ്പെടാൻ ഏൽപ്പിച്ചു. If there is a break or gap between you and your father, you have to correct yourself today. ആമേൻ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. അതിനു മുമ്പായി ഓൺലൈനിൽ കൂടി ഞങ്ങളെ കാണുന്ന ആരെങ്കിലും ഈ ഒരു ദൈവത്തിൻ്റെ മകൻ അല്ലെങ്കിൽ മകൾ എന്നുള്ള പദവിയിലേക്ക് വരാതെ ആയിരിക്കുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം കർത്താവ് നിങ്ങൾ അതിനുവേണ്ടി ഇൻവൈറ്റ് ചെയ്യുക. So today we are calling, if anybody who are watching us through the online couldn't accept God as your father, and then today we are inviting you to come to God and accept him as your father. അതിനുവേണ്ടി നീ ഒരു ബലിയും കഴിക്കണ്ട. You don't need to do any sacrifice for you to have a heavenly father. അതിനുവേണ്ടി നീ ഒരു കർമ്മവും ചെയ്യണ്ട. You don't need to do any traditional system for that. അതിനുവേണ്ടി നീ ഒരു പണവും മുടക്കണ്ട. You don't need to spend even a penny for it. കർത്താവായ യേശു ക്രിസ്തു നിന്റെ പാപത്തിനു വേണ്ടി മരിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിച്ചിട്ട് കർത്താവിനെ സ്വന്തം രക്ഷകനും കർത്താവുമായി ഏറ്റെടുക്കുവാൻ നീ തയ്യാറാണെങ്കിൽ ഇന്ന് നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ. You just need to realize that Jesus Christ was crucified for your sin, and then if you are ready to accept him as your savior, then your name will be written in the life of the book. ഇന്ന് മുതൽ നിങ്ങൾ ഹല്ലേലൂയ ദൈവത്തിന്റെ മക്കളെന്ന് വിളിക്കപ്പെടുവാനാണ്. From today onwards your name will be called as a son of God and daughter of God. ആമേൻ. Amen. അങ്ങനെ ആരെങ്കിലും ആഗ്രഹിക്കുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം നിങ്ങൾ ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ ഞങ്ങളോട് കൂടെ ഈ വാചകം ഏറ്റുപറഞ്ഞാട്ടെ. If anybody wants to accept this heavenly father, you can repeat the words what we are saying now. ഞങ്ങൾ നിങ്ങളെ ഒരു സഭയോട് ചേരാൻ അല്ല വിളിക്കുന്നത്. We are not calling for you to join in a religion. നിങ്ങൾ മതം മാറി വേറൊരു മതത്തിലേക്ക് ചേരാൻ അല്ല വിളിക്കുന്നത്. We are not telling you to change your religion and join into another religion. ഓ ഹല്ലേലൂയ, ലോകത്തിന്റെ സർവ്വചരാചരങ്ങളെയും സൃഷ്ടിച്ച ആ സ്വർഗത്തിലെ അപ്പന്റെ മക്കളായി തീരുവാനാണ് ഞങ്ങൾ നിങ്ങളെ We വിളിക്കുന്നത്. are inviting you to become the children of God, who is the creator of this whole world. ഓ അപ്പന്റെ മക്കളായി തീർന്നാൽ മക്കൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സകല അവകാശത്തിനും ഓ സ്വർഗം നിങ്ങളെ കർത്താവിനോട് കൂടെ കൂട്ടവകാശികളാക്കി മാറ്റുകയാണ്. When you become the children of that God, then he will make you he will give all the rights for you which he was prepared for you.
ആമേൻ. Amen. ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചത് കൊണ്ടല്ല, Although you born in a Christian family, വ്യക്തിപരമായി ഈ ഒരു ബന്ധത്തിലേക്ക് നീ കടന്നു വന്നില്ലെങ്കിൽ നിനക്ക് ഈ ഒരു നന്മകൾക്കും അവകാശമില്ല. if you don't have the relationship with this father, then you will not have the rights what father is going to give. ഈ പ്രാർത്ഥന നീ വർഷങ്ങളായിട്ട് ചൊല്ലുന്നുണ്ടായിരിക്കാം. Although you are praying this prayer for many years, ഇന്ന് പകൽക്കാലം കർത്താവ് നിന്നോട് ചോദിക്കുന്നു, ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് നീ വന്നിട്ടുണ്ട്. but today God is asking you, do you have this relationship? ഇല്ലെങ്കിൽ ഇന്ന് പകൽക്കാലം നിന്റെ സമയമാണ്. If not, today is the precious opportunity for you to come into this relationship. ഞങ്ങളോട് ചേർന്നേറ്റ് പറഞ്ഞു. You can repeat the words what we are saying now. കർത്താവായ യേശു ക്രിസ്തുവേ, The Lord Jesus Christ, നീ ഞങ്ങൾക്ക് വേണ്ടി 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. we believe that you have crucified for our sins. നീ എൻ്റെ പാപത്തിന്റെ പരിഹാരത്തിനായി ക്രൂശിൽ മരണമേറ്റെടുത്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. We know that you are crucified for our sins. ഓ, ഞാൻ ഇനി എൻ്റെ പാപത്തിനു വേണ്ടി മരിക്കേണ്ട ആവശ്യമില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. I know that I don't need to die for my sin. അങ്ങയെ ഞാൻ വിശ്വസിക്കുമ്പോൾ എൻ്റെ പാപത്തിന് പരിഹാരമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. I believe that there is a solution for my sin when I believe you. ഓ, നിനക്ക് മാത്രമേ എന്നെ രക്ഷിപ്പാൻ കഴിയുകയുള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കും. I understand that you are the only one who can help me. അതുകൊണ്ട് കർത്താവേ, ഇന്ന് മുതൽ ഞാൻ അങ്ങയെ എൻ്റെ രക്ഷകനും കർത്താവുമായി എൻ്റെ ഹൃദയത്തിൽ വിശ്വസിച്ച് വായുകൊണ്ട് ഏറ്റുപറഞ്ഞ് സ്വീകരിക്കുന്നു. So therefore I accept you as a savior in my heart. ആമേൻ. Amen. കർത്താവേ, അങ്ങനെ ഏറ്റെടുക്കണം. God, please accept me. സ്വർഗത്തിലെ അപ്പന്റെ പ്രിയ മക്കളാക്കി എന്നെ നീ മാറ്റണം. Please help me to become the children of the heavenly Father. ഹല്ലേലൂയ. Amen. നിന്റെ മകനായി ജീവിക്കുവാൻ എന്നെ സഹായിക്കും. Please help me to become the son of you. കർത്താവ് രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച അനേക വർഷങ്ങളായി ഞങ്ങളെ കേൾക്കുന്ന ആർക്കെങ്കിലും, If anybody who has accepted Jesus as your savior for many years, എന്നാൽ ഇതുവരെയും ആ ബന്ധത്തിൽ നിലനിൽക്കുവാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, but you couldn't maintain that relationship yet, ഇന്ന് പകൽക്കാലം ഒരിക്കൽ കൂടി ആ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഒന്ന് ചെന്നാട്ടെ. today you can come back to that God. എന്നിട്ട് കർത്താവേ, ഞാനിതാ മടങ്ങി വരുന്നു. Tell him that I am coming back. ഞാൻ നിന്റെ മകനായി തീർന്നിട്ടും അതിന്റെ വിലയറിയാതെ അത് നഷ്ടപ്പെടുത്തി കളഞ്ഞ വ്യക്തിയാണ്. Although I became the son of you, but I couldn't give the value for it. എന്നോട് ക്ഷമിക്കണം. Please forgive me. കർത്താവേ, എന്നെ നിന്റെ മകനായി അക്സെപ്റ്റ് ചെയ്യണം. Please accept me as your son. നിന്നെ അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാനുള്ള ആ പദവിയിൽ നിലനിൽക്കുവാൻ എന്നെ സഹായിക്കും. Please help me to have the privilege to call you Abba Father. നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് പ്രാർത്ഥിച്ചാൽ Wherever you are now, is the time for you to pray. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. We can pray. വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, Our dear glory Father, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. we are praising you for these blessed moments. ഇന്ന് ഈ സന്ധ്യാസമയം ഞങ്ങൾ ഹൃദയമായി സംസാരിച്ച കൃപയ്ക്കായി സ്തോത്രം. We are thanking for that you have talked to us. ഞങ്ങളുടെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ഹൃദയമായി ഇടപെട്ടുകൊണ്ടിരുന്നതിനായി സ്തോത്രം. We are thanking that you have talked to us personally. ഞങ്ങൾ അങ്ങേക്ക് നന്ദി We പറയും. are thankful for that. വീണ്ടും കർത്താവ് തുടർച്ചയായി പഠിക്കുവാനും ചിന്തിക്കുവാൻ ഞങ്ങളെ സഹായിക്കും. We would like to continue this chapter. വീണ്ടും കാണുമ്പോൾ ഞങ്ങളുടെ ചെറിയ മറയ്ക്കണം. Please protect us in your wings. മഹത്വം അങ്ങേക്ക്. All the glory belongs to you. യേശുവിൻ നാമത്തിൽ. In the name of Jesus. ആമേൻ. Amen. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ നമ്മളിൽ നയിക്കും. കർത്താവായ യേശു ക്രിസ്തു രണ്ടാമത്തെ വരവിലുണ്ടായിരിക്കുമാറാകട്ടെ. കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഈ സന്ധ്യാസമയം നമ്മൾ അനുഗ്രഹിച്ച് പിതാവായ ദൈവത്തിന്റെ കരങ്ങളോട് സന്തോഷം ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ യേശുവേ, God bless you.